അങ്ങനെ 2026 വിഷുവും കഴിഞ്ഞു. നാട്ടിലെ പോലെ അത്ര ഗംഭീര പരിപാടി അല്ലെങ്കിലും നമ്മളും ചെറിയൊരു വിഷുക്കണിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എണീച്ചതേ കണി കണ്ട് കൈനീട്ടൊക്കെ കൊടുത്ത് എല്ലാവരും ഓരോ പരിപാടിയിലേക്ക് പോയി. കിച്ചൂരൊന്നും ഓൾറെഡി ഓഫീസിലെ ദിവസമായിരുന്നു കേട്ടോ. അതുമാത്രമല്ല എനിക്കൊന്ന് ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. എന്നാലും കിട്ടിയ ഗ്യാപ്പിൽ നമുക്ക് ചെറിയൊരു സദ്യ ഉണ്ടാക്കാം. ഈ സാമ്പാർ അവിയൽ തുടങ്ങിയ പരിപാടികൾക്ക് ഇന്നലെ രാത്രി തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി കറികളാണിത് ഇപ്പം റെഡിയാക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കിച്ചുവിൻ്റെ കൂടെ 2 ഫ്രണ്ട്സും കൂടെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കി, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ബാക്കി കറികളൊക്കെ ഉണ്ടാക്കി കുളിച്ച് റെഡിയായി ഞാനത് ഓൺലൈൻ ക്ലാസ്സിന് ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് വിഷുവിന് അവധിയൊന്നുമില്ല. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് മിനുക്ക് പണിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. പായസം കുറുക്കലും പപ്പടം കാച്ചലും അങ്ങനെ അപ്പോഴേക്കും കിച്ചു വന്നു, നമ്മുടെ ഫ്രണ്ട്സും വന്നു. നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് എൻജോയ് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് സദ്യയും കഴിച്ചു. ആദ്യക്കത് ഇങ്ങനെ നിലത്തിരുന്ന് ഫുഡ് കഴിച്ച ശീലമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് മൂപ്പറുകൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കണത്. അങ്ങനെ എന്തായാലും വൈകിട്ട് എൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം അവനെ ഏൽപ്പിച്ചിട്ട് ഞാനും കിച്ചും കൂടെ വാഴ മൂവി കാണാൻ പോയി കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇൻസ്റ്റ തുറന്ന ഫുൾ അതിൽ വാഴ റിലേറ്റഡ് കോണ്ടൻസ് മാത്രം കേട്ടോ വരുന്നത്. അപ്പോഴേ വിചാരിക്കുന്നതാണ് മൂവി എന്തായാലും ഒന്ന് കാണണമെന്ന്. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി. ആസ് യൂഷ്വൽ എൻ്റെ കാരമൽ പോപ്കോണും മേടിച്ച് നമ്മൾ സിനിമയൊക്കെ കണ്ടു. നല്ല മൂവി ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ സിനിമയും നമ്മുടെ വിഷുവും എല്ലാം കൂടെ മൊത്തത്തിൽ കളറായിരുന്നു കേട്ടോ.